തൊടുന്നതെല്ലാം പൊന്നാക്കാൻ പറ്റിയ ഒരു ഇസ്മ പറഞ്ഞു തരട്ടെ. നമ്മൾ ചെയ്യുന്ന കാര്യം മുഴുവൻ സക്സസ് ആയി കിട്ടും. അത്തരത്തിൽ പവർഫുള്ളായ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു ഇസ്മാണ്, എന്നാലും ഇത് ചെയ്യാൻ, ഈ അമല് ചെയ്യാനൊരു രൂപം മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായിട്ട് ഈ ചെറിയ 2 ഇസ്മുകൾ ചേർത്തിട്ടുള്ളൊരു ഇസ്മാണ്, ഇതെന്ത് ചെയ്യുക, ഒന്ന് പതിവാക്കിയാൽ, ഒന്ന് ചെയ്താൽ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ ചെയ്യുന്നത്, ആ കാര്യം സക്സസ് ആയി കിട്ടും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏതാണ് ആ പവറുള്ള ഇസ്മ എന്ന് നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയാണ് ആ അമല് ചെയ്യേണ്ടത് എന്ന് കേൾക്കാം. അത് ചെയ്താലുള്ള നേട്ടം എന്താണ് എന്നും കേൾക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവൻ കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ, ആരും പാഴാക്കി കളയരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. പല ആളുകളും വിളിച്ച് സങ്കടം പറയുന്നൊരു വിഷയമുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് റബ്ബേ, പക്ഷെ ഒരു വിജയം കിട്ടണില്ല. അതൊന്നൊന്ന് സക്സസ് ആയി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അല്ലേ. ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു മെച്ചവുമില്ല. കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ഒരു ലാഭവുമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് പഠിക്കുന്നുണ്ട്, തലയിലേക്ക് കയറുന്നില്ല. ഇൻ്റർവ്യൂ പലതും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിനും പാസ്സായി കിട്ടുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യുന്നതൊന്നും സക്സസ് ആകാതെ ഒരു വിവാഹം കഴിച്ചു, അതും അവതാളത്തിലായി അല്ലേ എത്രയോ ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കടപ്പെടുന്ന, ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ കേട്ടപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടുപോയ ആളുകളാണ് എങ്കിൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ഏറ്റവും ഉപകരിക്കുന്നൊരു വീഡിയോ ആണിത്. പാഴാക്കാതിരിക്കുക. കാരണം എന്തേ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലളിതമായ രൂപത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. 2 ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരുമിച്ച് ചൊല്ലാൻ പറ്റിയ ഒരു ഇസ്മിൻ കൂട്ടം. എന്താണത്? യാ കവിയു യാ മത്തീൻ. നമ്മളെപ്പോഴും കേൾക്കുന്ന 2 ഇസ്മുകളാണ്. യാ കവിയു യാ മത്തീനു. എന്താണ്? അതീവ ശക്തനായ അള്ളാഹുവെ, ഉറച്ച ശക്തിയുള്ളവനായ അള്ളാഹു. അള്ളാഹു എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ശക്തി, ഇപ്പം നമ്മളൊക്കെ ശക്തി അള്ളാഹു നൽകിയൊരു ശക്തിയുണ്ട്. എന്നാൽ ഇതെന്നും ശക്തി നിലനിൽക്കുക, നമ്മുടെ കഴിവ് എന്നും നിലനിൽക്കില്ല. ഇത് നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയം വരാനുണ്ട് അല്ലേ. ഇനി നമ്മുടെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി? അല്ല. നമുക്ക് നമ്മുടെ ശരീരത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു ശക്തി മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. എല്ലാത്തിനേക്കാളും ശക്തി ഇല്ല. എന്നാൽ അള്ളാഹു എല്ലാത്തിനേക്കാളും ശക്തിയുള്ളവനാണ്. അള്ളാഹുവിനാണ് ഏറ്റവും വലിയ ശക്തി. അള്ളാഹുവാണ് ഏറ്റവും വലിയ ശക്തി. അതിനെ കവച്ചു വെക്കാനൊരു ശക്തിയില്ല. അത് നശിച്ചു പോകുന്ന ശക്തിയല്ല, എന്തെന്ന് നിലനിൽക്കുന്ന ശക്തിയാണ്. അപ്പോൾ ഇതുപോലെ യാ കവിയു, കവിയായ അള്ളാഹ്, യാ മത്തീനു, മത്തീനായ അള്ളാഹ്, ഈ 2 ഇസ്മുകൾ ചേർത്തിട്ടുള്ള മഹത്തായൊരു അമൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. പഠിച്ചു വെക്കൂലേ, ജീവിതത്തിൽ ചെയ്യൂലേ. ഇനി വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരാളും നമ്മൾ ആരോടും സങ്കടം പറയേണ്ടി വരില്ല, വിഷമങ്ങൾ പറയേണ്ടി വരില്ല, പരാതി പറയേണ്ടി വരില്ല. പലപ്പോഴും എന്നെ വിളിച്ചിട്ട് സങ്കടം പറയുന്ന, പരാതി പറയുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇസ്മാണ് ഈ 2 ഇസ്മുകൾ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ അമൽ ചെയ്യാനുള്ള ഒരു ലളിത രൂപം കിട്ടുള്ളൂ ഇൻഷാ അല്ലാഹ്. ഫജ്ർ നിസ്കാര ശേഷം, നമ്മൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം. അപ്പോൾ വിചാരിക്കേണ്ട, അയ്യോ സുബഹിയൊക്കെ നിസ്കരിക്കണോ? സുബഹി നിസ്കരിക്കണം, എല്ലാ നിസ്കാരവും കൃത്യമായിട്ട് നിർവഹിക്കണം. ഞാൻ ഈ പറയുന്ന അമലുകളൊന്നും നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരാൾ ചെയ്തതുകൊണ്ട് ഫലം കിട്ടും എന്ന് യാതൊരു കണ്ടീഷനും ഇല്ല കേട്ടോ. അത് ആദ്യമേ പറയുകയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന, ദിവസമൊക്കെ ഖുർആൻ പാരായണങ്ങൾ കഴിവിൻ്റെ പരമാവധി, ഒരുപാടൊന്നും ഓതിയില്ലെങ്കിലും ഒരു പേജെങ്കിലും ഒക്കെ ഓതാൻ ശ്രമിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഫലം ചെയ്യും ഇൻഷാ അല്ലാഹ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാം. ഫജ്ർ നിസ്കാര ശേഷം 100 തവണ, 100 പ്രാവശ്യം യാ കവിയു യാ മത്തീൻ എന്ന് പറയാം. 100 പ്രാവശ്യം ഫജ്ർ നിസ്കരിച്ചു, 100 തവണ അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് യാ കവിയു യാ മത്തീനു എന്ന് പറയാം. ശേഷം നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം ദുആ ചെയ്യാം. എന്താണോ ആവശ്യമുള്ളത് അത് ദുആ ചെയ്യുക. എന്താ, അല്ലാഹുവേ എൻ്റെ കടങ്ങൾ തീർത്ത് തരണേ അല്ലാ, സാമ്പത്തിക മെച്ചം നൽകണേ അല്ലാ, കച്ചവടത്തിൽ ഉയർച്ച നൽകണേ അല്ലാ, അല്ലെ പരീക്ഷയിൽ വിജയം നൽകണേ അല്ലാ, എന്താണോ നമ്മൾ ചോദിക്കേണ്ടത് അതെന്ത് ചെയ്യാം. ഈ യാ കവിയു യാ മത്തീൻ 100 തവണ ചൊല്ലിയ ശേഷം ദുആ ചെയ്യുക. ഇത് 11 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക. എല്ലാ 11 ദിവസം തുടർച്ചയായിട്ട് മുറിയാതെ എന്ത് ചെയ്യുക, തുടർച്ചയായി ചെയ്യുക. ഇനി ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലാനുള്ള ഒരു ദുആ കൂടെ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അഅതൈതനി, അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അഅതൈതനി. ഈ ഒരു ദുആ കൂടെ അതിൻ്റെ കൂടെ പറയുക. നമ്മൾ ചെയ്യുന്ന ദുആഇൻ്റെ കൂടെ ഈ ഒരു ദുആ കൂടെ ആവർത്തിച്ചു പറയുക. എന്ത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലി, എനിക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഫീമാ അഅതൈതനി, നീ എനിക്ക് നൽകിയതിൽ ബർക്കത്ത് ചെയ്തു തരണേ അല്ലാ. നീ എനിക്ക് നൽകിയ സംഗതികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ
എൻ്റെ ജോലിയാവട്ടെ, കച്ചവടമാകട്ടെ, എൻ്റെ പഠനങ്ങളാകട്ടെ, എൻ്റെ മറ്റുള്ള എല്ലാ മേഖലകളും അതൊക്കെ നീ എനിക്ക് നൽകിയതാണ്. എൻ്റെ ദാമ്പത്യ ജീവിതമാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം അതിൽ നീ എന്ത് ചെയ്യണം? ബറക്കത്ത് ചെയ്തു തരണേ അല്ലാ എന്ന് ഈ ഒരു അർത്ഥം വരുന്ന, ആശയം വരുന്ന ദുആഇനെ എന്ത് ചെയ്യണം? ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ദുആ അള്ളാഹു കബൂലാക്കുകയും ആ വ്യക്തിയുടെ ആവശ്യം, ആ വ്യക്തി ചെയ്യുന്ന ആ കാര്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുകയും സക്സസ് ആക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുക. 4 കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് ബറക്കത്ത് ലഭിക്കാൻ, അല്ലാഹുമ്മ ബാരിക് ലി എന്നല്ലേ പറഞ്ഞത്, ബറക്കത്ത് കിട്ടണേന്ന്. ഈ 4 കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ശ്രദ്ധിക്കാം. 4 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം എന്താ? ഹലാലായ വഴിയിൽ മാത്രമേ ആ സമ്പാദ്യം തേടാൻ പാടുള്ളൂ. നമ്മൾ ആ ചെയ്യുന്ന കച്ചവടമാകട്ടെ, ജോലിയാവട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, അത് ഹലാലായ വഴിയിലാണ് തേടുന്നത് എങ്കിൽ, അതായത് ഹലാലായ മാർഗമാണ് എങ്കിൽ ഓക്കെയാണ്, അത് സക്സസ് ആയി കിട്ടും. അല്ല ഹറാമിൻ്റെ വഴിയാണ് എങ്കിൽ, പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അങ്ങനെ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും മേഖലകളാണ് എങ്കിൽ അതിൽ യാതൊരു വിജയം ഉണ്ടാകില്ല, യാതൊരു ഫത്ഹും ഉണ്ടാകില്ല, തകർച്ച മാത്രമേ ഉണ്ടാവൂ. ഇപ്പം ചിലപ്പോൾ മെച്ചം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് വലിയ തകർച്ച ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? വലിയ സൂക്ഷ്മത അതിൽ കാണിക്കാം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, നിസ്കാരം കൃത്യമായി നിർവഹിക്കാം. ആ നിസ്കാരം ഒഴിവാക്കുന്ന ഒരാൾ, അല്ലെ തോന്നുമ്പസല്ലികളായ ആൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യത്തിൽ ഫലമുണ്ടാകുമെന്നതിൽ യാതൊരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം, ഒരു ചെറിയ സ്വതക്കയെങ്കിലും ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യുക? നമ്മൾ ആർക്കെങ്കിലും, അതായത് നമ്മുടെ കാര്യം നടന്നു കിട്ടണം, റാഹത്തായി കിട്ടണം എന്ന നിയത്തിൽ ഒരു ചെറിയ സ്വതക്കയെങ്കിലും, വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാനില്ലെങ്കിലും 10 രൂപയേ ഉള്ളൂ, ആയിക്കോട്ടെ, മതി, ഒരു ചെറിയ സ്വതക്കയെങ്കിലും എന്ത് ചെയ്യുക? ഇതിൻ്റെ പേരിൽ കൊടുക്കുക. അത് പതിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നാലാമത്തെ കാര്യം എന്ത് ചെയ്യാം? ഇസ്തിഗ്ഫാറുകൾ കൂടുതലായി ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത് അധികമായി ചൊല്ലുക. ദിവസം വല്ലപ്പോഴും ഒക്കെ എന്ത് ചെയ്യുക? വല്ലപ്പോഴും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലുക, അങ്ങനെയല്ല, മറിച്ച് ദിവസം ഒരു 100 തവണയോ അല്ലെങ്കിൽ 150 തവണ 200 തവണ എത്ര പറ്റുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നൊക്കെ പറയുമ്പോൾ എത്ര സമയം വേണം അല്ലേ? അപ്പോൾ അത് ഈ 4 കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ദുആയും കൂടെ നിങ്ങൾ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന കാര്യം ഉറപ്പായും വിജയം കിട്ടും, സക്സസ് കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചെയ്ത് നോക്കി. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു വിജയം നൽകട്ടെ. അപ്പോൾ എന്ത് ചെയ്താലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, ചിലപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, അവർ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ പ്രയാസത്തിലായിരിക്കും, മക്കളുടെ വിഷയത്തിൽ പ്രയാസത്തിലായിരിക്കും. ചിലപ്പോൾ മക്കൾ ഗൾഫിലേക്ക് പോയി, അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലേക്ക് പോയി ജോലിയില്ലാതെ നഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് ഈ വിഷമം പറഞ്ഞിട്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ, അവരുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ, പലർക്കും പരിഹാരം ചെയ്തു കൊടുത്ത് അള്ളാഹു എത്രയും പെട്ടെന്ന് അതിനുള്ള ഫലം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്, ഫലം നൽകണേ അള്ളാഹ്, ഫലം നൽകണേ അള്ളാഹ്. നിങ്ങളും ആത്മാർത്ഥമായി ദുആരക്ക, നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും ഫലം കിട്ടട്ടെ, അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക, മറിച്ച് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സൗകര്യമായിരിക്കും. കാരണം തിരിച്ച് മറുപടി തരാനും എന്ത് ചെയ്യുക, അവർക്ക് ഇതിന് റിപ്ലൈ തരാനൊക്കെ സൗകര്യമാണ് വാട്സപ്പിലാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ്. ഇനി ഒരു നിർവാഹം ഇല്ലാത്ത ആളുകൾ കോൾ ചെയ്താൽ നമ്മൾ സൗകര്യം നോക്കി ഇൻഷാ അല്ലാഹ്, തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്താക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.